السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. രാത്രി പൂർണ്ണമായി നിസ്കരിച്ച പ്രതിഫലം ലഭിക്കാൻ നാം ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ടൊരു അമലിനെ സംബന്ധിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അഥവാ ഒരാൾ ഇശാ നിസ്കാരവും അതുപോലെ തന്നെ സുബ്ഹി നിസ്കാരവും കൃത്യമായി ജമാഅത്തായി നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അത് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുന്ന പ്രതിഫലം രാത്രി പൂർണ്ണമായും നിസ്കരിച്ച പ്രതിഫലമായിരിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സല്ലൽ ഇശാ ഫി ജമാഅ, വല്ലൊരുത്തനും ഇശാ നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചു, പള്ളിയിലോ വീട്ടിലോ എവിടെയാണെങ്കിലും ജമാഅത്തായി ഇശാ നിസ്കാരം ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, രാത്രിയുടെ പകുതി നിസ്കരിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകും. എന്നാൽ വമൻ സല്ല സുബ്ഹ്, ഒരാൾ സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ ഫകഅന്നമാ സല്ലൽ ലൈല കുല്ലഹു, രാത്രി പൂർണ്ണമായും നിസ്കരിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകും. അപ്പോൾ അതിന് മാത്രം വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് സുബ്ഹി നിസ്കാരവും അതുപോലെ തന്നെ ഇശാ നിസ്കാരവും ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ളത്. അതിൽ തന്നെ പ്രത്യേകം വെള്ളിയാഴ്ച സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കപ്പെടുന്ന ഒന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ നമ്മളൊക്കെ വളരെയധികം ശ്രദ്ധാലുക്കളാവണം. നമ്മുടെ ജീവിതത്തിൽ ആഖിറ വിജയത്തിന് വേണ്ടി ധാരാളം നന്മകൾ ചെയ്തു വെക്കാൻ നമുക്ക് സാധ്യമാവണം. മറ്റെല്ലാ നിസ്കാരങ്ങളും ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ളത് 5 വക്ത് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുമ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം അല്ലാഹു തആല നൽകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തിൽ ഫർദി ബി27 ദറജ, ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 മടങ്ങ് പ്രതിഫലം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ലഭിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമെയാണ് ഒരാൾ ഇശാ നിസ്കാരവും സുബ്ഹി നിസ്കാരവും ജമാഅത്തായി നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തിന് രാത്രി പൂർണ്ണമായി നിസ്കരിച്ച പ്രതിഫലം നൽകപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വലിയ പുണ്യമുള്ള രാവുകളിലാകുമ്പോൾ അതിൻ്റെ പ്രതിഫലം വീണ്ടും വർദ്ധിക്കുകയാണ്. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ എത്രയോ ന്യൂനതകളും അപാകതകളൊക്കെ വന്നു പോകാൻ സാധ്യതകളേറെയാണ്. ആ അപാകതകൾ ന്യൂനതകളെല്ലാം ജമാഅത്തായി നിസ്കരിക്കപ്പെടുമ്പോൾ ഇഖ്ലാസോടെ ആത്മാർത്ഥതയോടെ തഖ്വയോടെ നിസ്കരിക്കുന്ന ആളുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ നിസ്കാരവും നമ്മുടെ വീഴ്ചകൾ അതിൽ വന്നുപോയ പാളിച്ചകളെല്ലാം പരിഹരിക്കപ്പെടും. അതുകൊണ്ടാണ് ജമാഅത്ത് അത് നിസ്കരിക്കണമെന്ന് പറയാനുള്ള കാരണമെന്നൊക്കെ മഹാന്മാർ വിശദീകരിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ അവൻ്റെ പൊരുത്തത്തിലായി ധാരാളം ചെയ്ത് അല്ലാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ നമുക്കൊക്കെ വലിയ തൗഫീഖും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.